ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മാർക്കോ ഇറങ്ങിയപ്പോൾ ഈ സിനിമ വിജയിക്കുമോ എന്ന് ചോദിച്ചവർ, ഈ സിനിമയൊക്കെ കേരളത്തിൽ ഓടുമോ? അല്ലെങ്കിൽ ഇതൊക്കെ ചെറിയ സിനിമയല്ലേ? ഇങ്ങനെ വയലൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് വയലൻസ് എന്ന് പറഞ്ഞ് ടീംസ് ഇന്ന് ഞെട്ടുകയാണ് ഈ സിനിമയുടെ കളക്ഷനും സിനിമയുടെ തിരക്കും കണ്ടിട്ട്. ഡീഗ്രേഡോളികളെ കണ്ടം വഴി ഓടിച്ചിരിക്കുകയാണ് മാർക്കോ എന്നാണ് പറയാനുള്ളത്. ആദ്യ ദിനം സിനിമയുടെ റിലീസിന് ശേഷം എത്രയോ പേർ ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ വന്നു. ചില റിവ്യൂവേഴ്സ്, ചില സോഷ്യൽ മീഡിയയിലെ വലിയ പണ്ഡിതന്മാർ എന്ന് തന്നെ പറയും, അവരെല്ലാവരും വന്നിട്ട് പറഞ്ഞു ഈ സിനിമ കൊള്ളില്ല, ഒന്നിനും കൊള്ളില്ലാത്ത സിനിമ എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, നിങ്ങൾക്ക് കൊള്ളില്ലെങ്കിൽ ഇത് കൊള്ളാമെന്ന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. അത് നിങ്ങളുടെ മാത്രം അഭിപ്രായമാണ്. അത് ജനങ്ങളിലേക്ക് അഴിച്ചുവിടേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി തന്നെയാണ്, അതായത് ഡീഗ്രേഡ് ചെയ്തവന്മാരെ കണ്ടം വഴി ഓടിച്ചു വിട്ടിരിക്കുന്ന മാർക്കോയുടെ പ്രകടനം. 3 ദിവസം കൊണ്ട് സിനിമ 50 കോടിക്ക് അടുത്തേക്ക് എത്തുകയാണ്. ആദ്യ ദിനം 11 കോടിക്ക് അടുത്തും, രണ്ടാം ദിവസം 15 കോടിക്ക് അടുത്തുമാണ് സിനിമയുടെ കളക്ഷൻ എത്തിയിരിക്കുന്നത്. മൂന്നാം ദിവസം സിനിമ 50 കോടി എത്തുമോ? എത്തിയാലും എത്തിയില്ലേലും സിനിമ നേടുന്ന ഒരു ഇംപ്രഷനുണ്ട്. ആ ഇംപ്രഷൻ ഒരു രക്ഷയുമില്ല. അതാണ് നമുക്ക് ഞായറാഴ്ചയായിട്ടും ഇന്ന് തിയേറ്ററിൽ കാണാൻ കഴിഞ്ഞത്. ആദ്യ ദിനത്തേക്കാൾ കൂടുതൽ രണ്ടാം ദിനം കളക്ഷൻ നേടിയെങ്കിൽ രണ്ടാം ദിനത്തേക്കാൾ കൂടുതൽ കളക്ഷൻ മൂന്നാം ദിവസം നേടുന്നു. കളക്ഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അഭിപ്രായത്തിലും ജനങ്ങൾക്ക് ഇത് വലിയ ഇഷ്ടമാണ് എന്നുള്ളതാണ്. ഇത്ര വയലൻസ് മലയാള സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ശരിക്കുമുള്ള ഈ സിനിമയുടെ കട്ടില്ലാത്ത വെർഷൻ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേനെന്ന് ആലോചിച്ച് നോക്കാം. ഒരുപാട് ഏരിയ സെൻസറിങ്ങിന് വേണ്ടി കട്ട് ചെയ്ത് പലവട്ടം അവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അന്യഭാഷകളിലേക്ക് ചെയ്യുമ്പോൾ അവിടെയുമൊക്കെ ഈ മാറ്റങ്ങൾ വരുന്നു. പലവട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി ഞാൻ ഫിഗർ പറയുന്നില്ല, കാരണം അത്രത്തോളം തവണ ഇതിനെ എഡിറ്റിംഗ് ടേബിളിൽ കട്ട് ചെയ്തിട്ട് സെൻസറിങ്ങിന് വിടുകയും തിരിച്ചു വരികയും ഒക്കെ ചെയ്ത സിനിമ തന്നെയാണ്. അപ്പോൾ ആ റേഞ്ചിലായിരുന്നെങ്കിൽ ഈ 190 തിയേറ്റർ കൊടുക്കുകയല്ല, ഒരുപക്ഷെ ഈ കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകൾ കൊടുക്കുകയും ഇപ്പോൾ ഇറങ്ങിയ സിനിമകൾക്കൊന്നും സ്പേസ് ഇല്ലാതെയും വന്നേനെയും എന്നുള്ളതാണ്. അത്രത്തോളം ജനപിന്തുണയാണ് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ള സിനിമകൾ മോശമായതുകൊണ്ടല്ല, അവയെല്ലാം മികച്ച സിനിമ തന്നെയാണ്. പക്ഷേ അതിനൊപ്പം ഈ സിനിമ കൂടുതൽ മികച്ചതായി നിൽക്കുമ്പോൾ ജനങ്ങൾ അത് കാണുന്നു. ബാക്കിയുള്ള സിനിമകളും അവർ കാണുന്നുണ്ട്. പക്ഷേ അതാണ് ഈ ഒരു സിനിമയുടെ ഗുണം. അതായത് ഓരോരുത്തരും പറഞ്ഞു, അവരവരുടെ റിവ്യൂവിലൂടെ പറഞ്ഞു കൊള്ളില്ല. അതായത് നമുക്കിപ്പോൾ 10 പാഞ്ചാലി കണ്ടാലും കൊള്ളില്ല എന്ന് പറയുന്നവരുണ്ട്, അത് കണ്ടിട്ട് ഉറങ്ങുന്നവരുണ്ട്, അത് കണ്ട് 10-15 പ്രാവശ്യം കണ്ടവരുമുണ്ട്. അതൊക്കെ ഓരോ വ്യക്തിക്കും വ്യത്യാസമാണ്. അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഡീഗ്രേഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ മാർക്കോ വീണ്ടും ഒരു ഗംഭീര ഹിറ്റിലേക്ക് എത്തുകയാണ്. വേറൊന്നുമല്ല, 2024 അവസാനിക്കുമ്പോൾ വെറും ഹിറ്റല്ല, ബ്ലോക്ക് ബസ്റ്ററിലേക്ക് എത്തുകയാണ്. ഒരുപക്ഷെ മലയാളത്തിൽ നിന്നുള്ള ഒരു 200 കോടിക്ക് മുകളിലേക്കുള്ള ചിത്രമായി മാറിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. വേണമെങ്കിൽ അത് പറഞ്ഞ് ഇനിയും നിങ്ങൾ ഡീഗ്രേഡ് ആളുകൾക്ക് കടിച്ചു തൂങ്ങാം.